നമസ്കാരം. കേരളത്തിൽ സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ച് സാമ്പത്തിക ഭദ്രതയും സ്വയം പര്യാപ്തതയും കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീക്കും ലഭ്യമായ ഏറ്റവും വലിയ പിന്തുണയും തണലുമാണ് കുടുംബശ്രീ പ്രസ്ഥാനം. ഇന്ന് തയ്യൽ യൂണിറ്റുകൾ, ബേക്കറി അല്ലെങ്കിൽ കേറ്ററിംഗ് ബിസിനസ്സുകാർ, ബ്യൂട്ടി പാർലറുകൾ, ചെറിയ പലചരക്ക് കടകൾ, ഡയറി ഫാമുകൾ, കൃഷി, മൃഗസംരക്ഷണം തുടങ്ങി ഏത് ചെറുകിട ബിസിനസ് ആശയവും യാഥാർത്ഥ്യമാക്കാൻ സ്ത്രീകൾക്ക് മുൻപോട്ട് വരാവുന്നതാണ്. എന്നാൽ ഇത്തരം ആഗ്രഹങ്ങൾ മനസ്സിനുള്ളിൽ തോന്നുമ്പോൾ തന്നെ ഭൂരിഭാഗം പേരും പിന്നോട്ട് വലിയുന്നത് ആവശ്യത്തിന് മൂലധനം അഥവാ പണം കയ്യിലില്ല എന്ന യാഥാർത്ഥ്യമാണ്. ബാങ്കുകളെ നേരിട്ട് സമീപിക്കുമ്പോൾ ഈടോ ജാമ്യമോ നൽകേണ്ടി വരുമോ? ഉയർന്ന പലിശ നിരക്കുകൾ താങ്ങാൻ കഴിയുമോ? ലോൺ തിരിച്ചടയ്ക്കാനുള്ള യോഗ്യത ബാങ്കുകൾ അംഗീകരിക്കുമോ? എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങളും ആശങ്കകളും കാരണം പലരും തങ്ങളുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ ഈ പ്രതിസന്ധികൾക്ക് കൃത്യവും സുരക്ഷിതവുമായ പരിഹാരം നൽകിക്കൊണ്ട് കേരളത്തിലെ സ്ത്രീകളുടെ വലിയൊരു സഹായ കേന്ദ്രമായി കുടുംബശ്രീയുടെ ധനസഹായ പദ്ധതികൾ നിലകൊള്ളുന്നത്. നമുക്ക് വിശദമായി ഈ പദ്ധതികളെപ്പറ്റി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. മാക്സിമം എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. 1998 കേരള സർക്കാരിന്റെ ഔദ്യോഗിക സ്ത്രീ ശാക്തീകരണ പദ്ധതിയായി ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് 1/4 നൂറ്റാണ്ടിലധികം പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് സ്ത്രീകളെ തങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടിയിരുന്ന സാധാരണ സ്ത്രീകളെ വിജയകരമായ ബിസിനസ്സുകളുടെ ഉടമസ്ഥരാക്കി മാറ്റിയതിൽ കുടുംബശ്രീയുടെ പങ്ക് വിവരണാതീതമാണ്. നിലവിൽ സ്വന്തമായി ചെറിയ സംരംഭങ്ങൾ നടത്തുന്നവർക്ക് അത് വിപുലീകരിക്കാനും പുതിയ തൊഴിൽ സാധ്യതകൾ കണ്ടെത്താനും കുടുംബത്തിലെ സാമ്പത്തിക ഭാരം പങ്കുവച്ച് സ്വന്തമായി വരുമാനമുണ്ടാക്കാനും ആവശ്യമായ വായ്പാ സൗകര്യങ്ങൾ കുടുംബശ്രീ വഴി ലഭ്യമാണ്. ഏതെങ്കിലും ഒരു ബാങ്കിൽ വ്യക്തിപരമായി ചെന്ന് ലോണിന് അപേക്ഷിക്കുന്ന സങ്കീർണമായ രീതിയല്ല കുടുംബശ്രീ പിന്തുടരുന്നത്. മറിച്ച് നിങ്ങളുടെ പ്രദേശത്തെ അയൽക്കൂട്ടങ്ങൾ എന്ന കൂട്ടായ്മകളിലൂടെയാണ് ഈ വായ്പകൾ തടസ്സമില്ലാതെ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നത്. അതിനാൽ തന്നെ ഈ പദ്ധതികളുടെ പൂർണ്ണമായ ആനുകൂല്യം ലഭിക്കുന്നതിന് ഏതെങ്കിലും ഒരു അംഗീകൃത കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ അംഗമായിരിക്കേണ്ടത് പ്രാഥമികമായ ആവശ്യമാണ്. 2026 സ്ത്രീകളുടെ സാമ്പത്തിക ആവശ്യങ്ങളും ബിസിനസ് സ്വപ്നങ്ങളും മുൻനിർത്തി കൂടുതൽ ലളിതമായ രീതിയിൽ വൈവിധ്യമാർന്ന വായ്പാ പദ്ധതികൾ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലിങ്ക് ലോൺ അല്ലെങ്കിൽ ലിങ്കേജ് ലോൺ എന്നറിയപ്പെടുന്നത്. ബാങ്കുകളുമായി നേരിട്ട് സഹകരിച്ച് അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തന മികവും സാമ്പത്തിക കാര്യക്ഷമതയും മൂല്യനിർണ്ണയം ചെയ്ത് അതിനുശേഷമാണ് ഈ വായ്പ അനുവദിക്കുന്നത്. അയൽക്കൂട്ടത്തിന്റെ ഗ്രേഡിംഗ് അനുസരിച്ച് 5 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വലിയൊരു തുക ഗ്രൂപ്പിന് ഒരുമിച്ച് ബാങ്കിൽ നിന്നും വായ്പയായി ലഭിക്കുകയും അത് മെമ്പർമാർക്കിടയിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി വീതിച്ചെടുക്കുകയും ചെയ്യാം. രണ്ടാമത്തെ വിഭാഗമാണ് സഹായ വി ഹെൽപ്പ് അഥവാ ജനകീയ വായ്പകൾ. ബിസിനസ് ആവശ്യങ്ങൾക്ക് പുറമെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങളായ ശാസ്ത്രീയ ചികിത്സകൾ, മക്കളുടെ വിദ്യാഭ്യാസം, വീടിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തുക കണ്ടെത്താൻ ഈ കൊച്ചു വായ്പകൾ ഏറെ സഹായകരമാണ്. മൂന്നാമത്തെ വായ്പാ വിഭാഗം സംരംഭകർക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള സ്വയം തൊഴിൽ വായ്പകൾ അഥവാ സെൽഫ് എംപ്ലോയ്മെന്റ് ലോൺസ് ആണ്. മൈക്രോ എന്റർപ്രൈസ് പ്രോഗ്രാമുകളുടെ ഭാഗമായി ഒരു പുതിയ ബിസിനസ് സ്ഥാപനം ആരംഭിക്കാനോ ചെറിയ തയ്യൽ കടകൾ, ഹോം മെയ്ഡ് ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങിയവ സജ്ജീകരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്കീം വഴി ധനസഹായം ലഭിക്കുന്നു. നാലാമതായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രത്യേക സബ്സിഡിയോടുകൂടി ലഭിക്കുന്ന ജീവന ജ്യോതി, കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്കുള്ള അഗ്രികൾച്ചർ ലോണുകൾ തുടങ്ങിയ പ്രത്യേക വായ്പാ പദ്ധതികളും ലഭ്യമാണ്. ഒരു വ്യക്തിക്ക് പരമാവധി എത്ര തുക ലോൺ ലഭിക്കുമെന്നത് അവർ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയുടെ സ്വഭാവം, ബന്ധപ്പെട്ട ബാങ്കിന്റെ നയങ്ങൾ, അയൽക്കൂട്ടത്തിന്റെ പ്രവർത്തന പരിചയം എന്നിവയെ ആശ്രയിച്ചിരിക്കും. കുറഞ്ഞ തുകയിലുള്ള സഹായങ്ങൾ മുതൽ 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം രൂപ വരെയുള്ള വലിയ സംരംഭകത്വ ലോണുകൾ വരെ ഈ ശൃംഖലയിലൂടെ സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കുടുംബശ്രീ ലോണുകൾക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീയും പ്രാഥമികമായി ചില നിർബന്ധിത മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്രദേശത്തെ ഏതെങ്കിലും ഒരു കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ കൃത്യമായി യോഗങ്ങളിൽ പങ്കെടുക്കുന്ന സജീവ അംഗമായിരിക്കണം എന്നതാണ്. വെറുതെ പേര് ചേർത്ത് വീട്ടിലിരുന്നാൽ ഈ വായ്പകൾ ലഭിക്കുകയില്ല. രണ്ടാമതായി, നിങ്ങൾ ഉൾപ്പെടുന്ന അയൽക്കൂട്ടം മികച്ച പ്രവർത്തന പരിചയമുള്ളതും എ അല്ലെങ്കിൽ ബി ഗ്രേഡ് നേടിയതുമായിരിക്കണം. ആഴ്ചതോറുമുള്ള കൃത്യമായ മീറ്റിംഗുകൾ, അംഗങ്ങളുടെ ചെറിയ സമ്പാദ്യ നിക്ഷേപങ്ങൾ, മുൻപെടുത്ത വായ്പകളുടെ വീഴ്ചയില്ലാത്ത തിരിച്ചടവ് എന്നിവയാണ് ഒരു ഗ്രൂപ്പിന് ഉയർന്ന ഗ്രേഡിംഗ് നേടിക്കൊടുക്കുന്നത്. പുതുതായി രൂപീകരിച്ച അയൽക്കൂട്ടങ്ങൾക്ക് നിശ്ചിത മാസത്തെ, ഉദാഹരണത്തിന് 6 മാസം പ്രവർത്തന പരിചയം പൂർത്തിയാക്കിയ ശേഷമേ വലിയ ലോണുകൾക്ക് അപേക്ഷിക്കാൻ യോഗ്യത ലഭിക്കും. ഒരു സ്ത്രീക്ക് കുടുംബശ്രീയിൽ നേരിട്ട് അംഗത്വമില്ലെങ്കിലും അവരുടെ കുടുംബത്തിലെ മറ്റ് മുതിർന്ന സ്ത്രീ അംഗങ്ങളുടെ അംഗത്വം ഉപയോഗപ്പെടുത്തിയും വായ്പാ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും.
പലരും തെറ്റിദ്ധരിക്കുന്നത് കുടുംബശ്രീയിൽ അംഗമായാൽ ഉടൻ തന്നെ ലോൺ തുക കയ്യിൽ കിട്ടും എന്നാണ്. എന്നാൽ തുക അനുവദിക്കുന്നതിൽ ബാങ്കിന്റെ ഔദ്യോഗിക അംഗീകാരം നിർബന്ധമാണ്. ബാങ്കുകൾ നിങ്ങളുടെ അപേക്ഷ പരിശോധിക്കുമ്പോൾ പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. ആദ്യമായി, വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയും പദ്ധതിയും അപേക്ഷകനുണ്ടോ എന്ന് നോക്കുന്നു. രണ്ടാമതായി, നിങ്ങളുടെ അയൽക്കൂട്ടത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തന രീതിയും ഐക്യവും വിലയിരുത്തുന്നു. മൂന്നാമതായി, അപേക്ഷകർക്ക് മുൻപ് മറ്റ് ബാങ്കുകളിലോ സ്ഥാപനങ്ങളിലോ ലോൺ കുടിശ്ശികയോ മോശം സിബിൽ സ്കോറോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. നാലാമതായി, നിങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ആശയം എത്രത്തോളം പ്രായോഗികവും വിജയകരവുമാണ് എന്ന് ബാങ്ക് മാനേജർ വിലയിരുത്തുന്നു. ഈ ഘടകങ്ങളെല്ലാം തൃപ്തികരമാണെങ്കിൽ മാത്രമേ വായ്പ അന്തിമമായി അനുവദിച്ച് നൽകുകയുള്ളൂ. കുടുംബശ്രീ വഴി ലോണിന് അപേക്ഷിക്കുന്ന പ്രക്രിയ വളരെ ലളിതവും ഘട്ടങ്ങളായി തിരിച്ചതുമാണ്. ആദ്യത്തെ ഘട്ടമായി അപേക്ഷക തനിക്ക് ആവശ്യമായ ലോൺ തുകയും ആവശ്യവും സ്വന്തം അയൽക്കൂട്ട മീറ്റിംഗിൽ അവതരിപ്പിക്കണം. അയൽക്കൂട്ടത്തിലെ മറ്റംഗങ്ങൾ ഇത് ചർച്ച ചെയ്ത് സമ്മതിക്കുകയും അത് അയൽക്കൂട്ടത്തിന്റെ ഔദ്യോഗിക മിനിറ്റ്സ് പുസ്തകത്തിൽ രേഖപ്പെടുത്തി പ്രമേയം പാസ്സാക്കുകയും വേണം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ അപേക്ഷ വാർഡ് തലത്തിലുള്ള ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് അഥവാ ADS ശുപാർശ സഹിതം കൈമാറുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ADS ഭാരവാഹികൾ അപേക്ഷ പരിശോധിച്ച് പഞ്ചായത്ത്, നഗരസഭാ തലത്തിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് കൈമാറുകയും CDS ഓഫീസിൽ നിന്നും ലോണിനുള്ള ഔദ്യോഗിക പ്രൊപ്പോസൽ തയ്യാറാക്കി അംഗീകാരം നൽകുകയും ചെയ്യുന്നു. നാലാമത്തെ അഥവാ അവസാന ഘട്ടത്തിൽ CDS ഈ അപേക്ഷ ബാങ്കിലേക്ക് കൈമാറുകയും ബാങ്ക് മാനേജർ അത് പരിശോധിച്ച് വായ്പ അനുവദിച്ച് തുക നേരിട്ട് അയൽക്കൂട്ടത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നു. വായ്പ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൃത്യമായ രേഖകൾ സമർപ്പിക്കേണ്ടത് പ്രക്രിയ വേഗത്തിലാക്കാൻ വളരെ ആവശ്യമാണ്. അയൽക്കൂട്ടത്തിന് തീരുമാനമടങ്ങിയ മിനിറ്റ്സ് കോപ്പിയും പ്രമേയവുമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത്. ഇതോടൊപ്പം അപേക്ഷിക്കുന്ന അംഗങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എന്നിവ നൽകണം. സ്വയം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് വായ്പകൾക്കാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൊഴിലിനെക്കുറിച്ചും അതിന് വരുന്ന ചിലവുകളെക്കുറിച്ചും പ്രതീക്ഷിക്കുന്ന വരുമാനത്തെക്കുറിച്ചും വിവരിക്കുന്ന ലളിതമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൂടി തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. കുടുംബശ്രീ വായ്പകളുടെ ഏറ്റവും വലിയ ആകർഷണം അതിൽ ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പലിശ സബ്സിഡിയാണ്. സാധാരണ രീതിയിൽ ബാങ്കിൽ നിന്നും നേരിട്ട് വായ്പ എടുക്കുമ്പോൾ 9% മുതൽ 11% വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പലിശ നൽകേണ്ടി വരുമ്പോൾ കുടുംബശ്രീയിലൂടെ കൃത്യമായി ഗഡുക്കൾ അടച്ചു തീർക്കുന്നവർക്ക് പലിശ തിരികെ ലഭിക്കുന്ന സംവിധാനമുണ്ട്. ഇതിലൂടെ യഥാർത്ഥ പലിശ ഭാരം 0% മുതൽ 4% വരെയായി വൻതോതിൽ കുറയുന്നു. കുടുംബശ്രീ ലോണുകൾ യാതൊരു തടസ്സവുമില്ലാതെ കൃത്യസമയത്ത് അനുവദിച്ചു കിട്ടുന്നതിനും ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന മുൻകരുതലുകളുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ പഴയ തിരിച്ചടവ് ഹിസ്റ്ററി എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക. മുൻപ് എടുത്ത കൊച്ചു ലോണുകളോ EMI-കളോ തെറ്റിച്ചാൽ പുതിയ വലിയ ലോണുകൾ നിരസിക്കപ്പെടും. രണ്ടാമതായി, വ്യക്തവും കൃത്യവുമായ ഒരു ബിസിനസ് പ്ലാൻ കയ്യിലുണ്ടായിരിക്കണം. പണം എന്തിനാണ് ചിലവഴിക്കുന്നത്, അതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കും എന്ന് ബാങ്കിന് ബോധ്യപ്പെടണം. മൂന്നാമതായി, അയൽക്കൂട്ട മീറ്റിംഗുകളിൽ മറ്റു പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്ത് നല്ലൊരു അംഗമായി നിലനിൽക്കുക. നാലാമതായി, ആധാർ, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവയിലെ പേരുകളിലും വിലാസത്തിലും തെറ്റുകളില്ല എന്ന് ഉറപ്പാക്കുക. രേഖകളിലെ അപാകതകൾ അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണമാകും. അഞ്ചാമതായി, കുടുംബശ്രീ ലോൺ വേഗത്തിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പണം തട്ടാനെത്തുന്ന വ്യാജ ഏജന്റുമാരെയും മൂന്നാം കക്ഷികളെയും പൂർണ്ണമായും ഒഴിവാക്കുക. കാരണം കുടുംബശ്രീക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ല. ചുരുക്കത്തിൽ, സാമ്പത്തിക സ്വാതന്ത്ര്യം കൊതിക്കുന്ന കേരളത്തിലെ ഓരോ സ്ത്രീക്കും തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും സുരക്ഷിതവും എളുപ്പമുള്ളതുമായ മാർഗമാണ് കുടുംബശ്രീ ലോൺ പദ്ധതികൾ. വലിയ പലിശ ഭാരമോ ജാമ്യക്കാരുടെ ഭീഷണിയോ ഇല്ലാതെ സ്വന്തമായി ഒരു വരുമാന മാർഗം കെട്ടിപ്പടുക്കാൻ ഇത് അവസരമൊരുക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ആശയമുണ്ടെങ്കിൽ ആവശ്യമായ വായ്പ നേടാൻ ഇന്ന് തന്നെ നിങ്ങളുടെ വാർഡിലെ കുടുംബശ്രീ CDS അംഗവുമായോ ADS ഭാരവാഹികളുമായോ സംസാരിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. നിലവിൽ കുടുംബശ്രീയിൽ അംഗമല്ലാത്തവരാണെങ്കിൽ ഭാവിയിലെ ഇത്തരം വൻകിട ആനുകൂല്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനായി ഉടനടി നിങ്ങളുടെ പ്രദേശത്തെ അയൽക്കൂട്ടത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുക. സ്വയം പ്രാപ്തരാകാൻ ശ്രമിക്കുന്ന മറ്റ് സ്ത്രീകൾക്കും അറിവില്ലാത്തവർക്കും ഈ വിവരങ്ങൾ പങ്കുവച്ച് നൽകുന്നത് അവർക്ക് വലിയൊരു വഴികാട്ടിയായി മാറും. വീഡിയോ മാക്സിമം എല്ലാവരും ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. Please subscribe our channel.